തള്ളക്കേ മകന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ കോലനാരായണൻ ഈ കളവെ തട്ടും. അയ്യോ, അവര് കിളവിയൊന്നുമല്ല, അങ്ങനൊന്നും പറയല്ലേ. ദേഷ്യം കൊണ്ട് എന്തും പറഞ്ഞു പോവും ചെറിയമ്മേ. അതിനല്ലേടോ നമ്മള് കോടികൾ എറിഞ്ഞ് ഇവനെയൊക്കെ വിലക്ക് വാങ്ങുന്നത്. എല്ലാത്തിനും വഴിയുണ്ട്. ഞാൻ നടത്തുന്ന ഗെയിമേ താൻ ഗാലറിയിൽ നിന്ന് കണ്ടേച്ചാ മതിയടോ പൊടിയാടി. അതിലെങ്ങനെ ആരൊക്കെയാ ക്ലീൻ ബോൾഡ് ആവുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി മുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യവും മറ്റേ ആ ദീപക്ക് അറിയാൻ പാടില്ല. മനസ്സിലായോടോ? മനസ്സിലായി സാർ. ദൈവം ഇവരോട് മാത്രമായിട്ടെന്താ ഇത്രയും വിട്ടുവീഴ്ച കാണിക്കുന്നെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാനായിരിക്കും. ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ കൂട്ടി. കുറെ ദിവസം ഇവരൊന്ന് ജയിലിൽ കിടന്നെങ്കിൽ ഒന്ന് ഒതുങ്ങിയല്ലേ. വെറുതെ ജയിലിൽ കിടന്നാ പോരാ, കൂട്ടിപ്രതികളുടെയും പോലീസുകാരുടെയും നല്ല ഇടി കൂടി കിട്ടണം. പക്ഷെ മോളെ, എത്ര കിട്ടിയാലും ഇവരൊന്നും പഠിക്കില്ല. പിശാച, തനി പിശാച്ച്. സത്യം പറഞ്ഞ നമ്മുടെ കൾച്ചറിന് ചേരാത്ത ഇത്തരം ചീപ്പായ സംസാരം. എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ത്രീ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. എനിക്കും ആ ശീലം ഇല്ല, പക്ഷേ ഇപ്പൊ അതൊരാവശ്യം. അവരെന്റെ ശത്രുക്കളാ. പരദൂഷണാണെന്ന് തോന്നുന്നു. എന്നാ കേട്ടളെ. ചെറിയമേ, എനിക്കൊരു ഡൗട്ട്. ഡൗട്ട് എനിക്ക് മാത്രം തോന്നിയതാണോന്ന് അറിയില്ല. എന്താ മോളെ? അതായത് പ്രതിയാക്കപ്പെട്ട ഒരാള് പ്രതി അല്ലാതാവുകയും അയാളെ പോലീസ് വെറുതെ വിടുകയും ചെയ്ത സന്തോഷല്ലേ ഉണ്ടാവേണ്ടത്? അതെ, അതിനെന്താ സംശയം? എന്നിട്ട് ഇവര് പോലീസ് വെറുതെ വിട്ടിട്ട് ഇവരുടെ മുഖത്ത് സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചതാ. അവരുടെ മുഖത്ത് സങ്കടവും എന്തോ ഒരു ടെൻഷനുമാ കാണുന്നത്. ഇതിനകത്തുള്ള ഇവളുമാരൊക്കെ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ളവരാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയുടെ എക്സ്പ്രഷൻസ് എത്ര പെട്ടെന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. ഇവരുടെ മരക്കൊരങ്ങ മകന്റെയും ക്യാരക്ടർ വെച്ച് ഞാൻ പറയാ, എന്തൊക്കെയോ അടിയൊഴുക്കുകളുണ്ട്. ശരിയാ, പിടികിട്ടാത്ത രണ്ട് അന്യഗ്രഹ ജീവികളാ ഈ അമ്മയും മോനും. തള്ളക്കേ മകന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ കോലനാരായണൻ ഈ കളവെ തട്ടും. അയ്യോ, അവര് കിളവിയൊന്നുമല്ല, അങ്ങനൊന്നും പറയല്ലേ. ദേഷ്യം കൊണ്ട് എന്തും പറഞ്ഞു പോവും ചെറിയമ്മേ. നിങ്ങളീ പറഞ്ഞ പരദൂഷണം ഉണ്ടല്ലോ, ഞാനെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരാളെ എപ്പോഴും അങ്ങ് കുറ്റം പറയാന്ന് വിചാരിക്കരുത്. എന്റെ അമ്മ ഈ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടാ ജയിലിൽ പോയത്. എന്താ നല്ല കാര്യം ചെയ്തിട്ട് ജയിലിൽ പോയെന്നോ? ചെറിയമേ, കേട്ടു ഇവൻ പറഞ്ഞത്. ഇവന്റെ അമ്മ വീടില്ലാത്ത 1000 പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. ഗവൺമെന്റിനെ നാണം കെടുത്തിയെന്നും പറഞ്ഞ് ഇവന്റെ അമ്മയെ പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ടു. അമ്മയും മകനും കൂടി എന്റെ അച്ഛനെ ബോംബ് വെച്ച് വീഴ്ത്തി മന്ത്രിയാവാൻ. ഇതൊക്കെ ദൈവം സഹിക്കോ? എന്നിട്ട് മന്ത്രി കസേരയിലേക്ക് കയറിയിരുന്നു. ഒറ്റയടിക്ക് കോടികൾ വീഴ്ത്തിയേക്കാന്ന് കരുതി. ഇപ്പതാ അകത്ത. ആരുടെ പെർമിഷനോടെയാ നീ ചെറിയമ്മയുടെ മുറി കയറി വന്ന? ഇറങ്ങണ്ട വെളിയില്. കാരണം പൊത്തി അടി വേണോ, അതോ നീ വെളി പോകുന്നുണ്ടോ?
ഞാൻ ഗൾഫിൽ പോയി വന്നപ്പോൾ ഇവക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി. ചെറിയ ഒരു പണി കൊടുക്കാം. മനസ്സിൽ ചൂണ്ട കൊളുത്തിട്ട് ഒറ്റ വലി. രാധമ്മ കറിക്കരിവായിരിക്കും അല്ലേ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഹോ, രാധമ്മയുടെ ആ വറുത്തരച്ച മീൻകറി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് കിടക്കുന്ന മുരിങ്ങക്കോല് പോലും പുണ്യം ചെയ്തതുപോലെ. പക്ഷേ ഈയിടെയായിട്ട് രാധമ്മയുടെ പാചകത്തിന് കയ്യബദ്ധം വരുന്നത് പോലെ കേട്ട്. ശരിയാണോ? അല്ല, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്തപ്പോ മുതൽ കേൾക്കുന്ന റോമറുകളാ. അതിപ്പോ നേരാണോ അതോ അസൂയാലുക്കള് പടത്തിവിടുന്ന കിംവദന്തികളാണോ? നിങ്ങളും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ഇറങ്ങിയതാണോ? അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ രാധമ്മ. കേട്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. രാധമ്മ ഉണ്ണിയപ്പം ഒരു മിസൈലാക്കി മാറ്റിയെന്നോ അത് വച്ച് മകളുടെ ഗർഭം ഗ്യാസാക്കി മാറ്റിയെന്നോ? അമ്മേ, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ഞാനൊരു മനുഷ്യ സ്ത്രീയാ. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ദയവായി നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുത്. ഇൻഷാ അല്ലാ, എന്താ ഈ പറയുന്നത്? ഞാൻ രാധമ്മയെ വേദനിപ്പിക്കുമെന്നാണോ? രാധമ്മ എനിക്ക് പിറക്കാതെ പോയ മകളെ പോലെയാണ്. അതൊക്കെ പോട്ടെ, വളകാപ്പിനൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലേ? അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഗൾഫിലായിരുന്നെങ്കിലും എനിക്ക് ന്യൂസ് തരാൻ 1000 പേരുണ്ടായിരുന്നു. അതറിയാമോ രാധമ്മയ്ക്ക്? അല്ലെങ്കിലും എന്തിനാ രാധമ്മ ഈ വളകാപ്പും തരികിടയൊക്കെ ഉണ്ടാക്കി വെച്ചത്? അതൊക്കെ ആ രുക്മിണിയുടെ പ്ലാൻ ആയിരുന്നു അമ്മേ. രുക്മിണി അവളെ പോലെ ഒരു പാഷാണം. അല്ല, അവൾ അടുക്കുന്നത് തന്നെ തുരക്കാനാണ്. അവൾ അവളുടെ വീട്ടിലെ ഒരു മരക്കുരിശ് പണിത് വെച്ചിട്ടുണ്ട്. അവസരം വരുമ്പോ അവൾ അതും ചുമന്നോണ്ട് വരും മറ്റുള്ളവരെ തൊലയ്ക്കാൻ. അല്ല, ഈ ഉണ്ണിയപ്പത്തിൽ ബോംബ് വെച്ചത് അവള് തന്നെ ആയിരിക്കും. അവളുടെ മോന്റെ കുഞ്ഞിനെ രാധമ്മയുടെ മോള് പ്രസവിക്കാൻ അവള് സമ്മതിക്കത്തില്ല. അതൊന്നും നിങ്ങൾക്കറിയത്തില്ല. ഒരു പെരുവലയുമായിട്ട് രാജുവിനെ വീശിപ്പിടിക്കാൻ നടന്ന ഒരു മകളുണ്ടായിരുന്നല്ലോ, രമ്യ. അല്ല, അവൾ ഏത് വഴിക്ക് പോയി? ആർക്കറിയാം? അവള് പെരുവല മാറ്റി വീശുവലയുമായിട്ട് പോയിരിക്കുകയായിരിക്കും മറ്റൊരുത്തനെ വീശാൻ. ആട്ടെ പോട്ടെ, ഇരിക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാധമ്മയുടെ മോള് ഹരിശ്രീ രാധമ്മയെ തള്ളി പറഞ്ഞില്ലേ?